ശംഖാര്യസികദാശാർംഗ ശ്രീവത്സാദ്വിപലക്ഷിതം ബിഭ്രാണം കൗസ്തുഭമണിമനമാല വിഭൂഷിതം കൗശയവാസസീപീതവസാനം ഗരുഡധ്വജം അമൂല്യമൗല്യാഭരണം സ്ഫുരൻ മകരകുണ്ടലം ദൃഷ്ട്വാതമാത്മനസ്തുല്യവേഷം കൃത്രിമമാസ്ഥിതം യഥാ നടം രംഗഗതം വിജഹാസഭൃശം ഹരി ശൂലൈർഗദാഭിപരിഖൈ ശക്തദൃഷ്ടിപ്രാസതോമരൈ അസിഭിപട്ടിശൈർബാണൈ പ്രാഹരനരയോ ഹരിം കൃഷ്ണസ്തുതൽപൗണ്ഡ്രകാശിരാജയോർബലം ഗജസ്യന്തനവാജി പത്തിമൽ ഗദാസിചക്രേഷുഭിരാർദ്ധയൽഭൃശമേധായുഗാന്തേ ഹുതഭുക്ക പൃഥക് പ്രജാഹ ആയോധനം തദ്രഥവാജി കുഞ്ചരദ്യുബൽഘരോഷ്ട്രൈരരിണവഖണ്ഡിതൈ ബഭൗചിതമോദവഹമനസ്വിനമാക്രീഡനം ഭൂതപതേരിവോൽബണം അധാഹ പൗണ്ഡ്രകം ശൗരിഹി ഭോഭോഹ പൗണ്ഡ്രകേത് ഭവാൻ ദൂതവാക്യനമാമാഹതാന്യസ്രജാമി തേ ത്യാജയിഷ്യേഭിധാനം മേ ത്വയാജ്ഞാമൃഷാധൃതം വ്രജാമി ശരണം തേ നേച്ഛാമി സംയുഗം ഇതി ക്ഷിപ്വാ ശിതൈർബാണൈർവിരധീകൃത്യ പൗണ്ഡ്രകം ശിരോവൃശ്ചലരഥാംഗേന വജ്രണേന്ദ്ര യഥാ ഗിരേഃ തഥാ കാശിപതേഃ കായാത് ശിര ഉത്കൃത്യവത്രിഭിഃ ന്യപാദയൽ കാശിപുര്യമ്പൽപകോശമിവ അനിലഃ ഇതി ഏവം മത്സരിണം ഹത്വാ പൗണ്ഡ്രകം സഖം ഹരിഃ ദ്വാരകാമാവിശ്യസിദ്ധൈർഗീയമാനകഥാമൃതഃ സ നിത്യം ഭഗവദ്ധ്യാനപ്രധ്വസ്താഖിലബന്ധനഃ ബിഭ്രാണസ്യ ഹരേ രാജൻ സ്വരൂപം തന്മയോ ഭവൽ ശിരപ്പതിതമാലോക്യ രാജദ്വാരേ സകുണ്ടലം കിമിതം കസ്യ വാ വക്ത്രമിതി സംശിശിരേ ജനാഃ രാജ്ഞ കാശിപതേർജ്ഞാത്വമഹിഷ്യപുത്രബാന്ധവാഃ പൗരാശ്ച ഹതാ രാജനാഥനാഥേതി പ്രാരുധൻ സുദക്ഷിണസ്ഥസ്യ സുതഃ കൃത്വാ സംസ്ഥാവിധിം പിതുഃ നിഹത്യ പിതൃഹന്താരമയാസ്യാമി അപജിതിം പിതുഃ ഇത്യാൽപനാഭിസന്ധായ സോപാധ്യായോ മഹേശ്വരം സുദക്ഷിണോർച്ചയാമാസ പരമേണ സമാധിന പ്രീതോ വിമുക്തേ ഭഗവംസ്തസ്മൈ വരമദാദ്ഭവ പിതൃഹന്ത്രവധോപായം സവ്രവരം ഈപ്സിതം ദക്ഷിണാഗ്നിം പരിചര ബ്രാഹ്മണൈ സമമൃത്യുജം അഭിചാരവിധാനേന സ ചാഗ്നി പ്രമഥൈർവൃത സാധയിഷ്യതി സങ്കല്പം അബ്രഹ്മണ്യേ പ്രയോജിത ഇത്യാദിഷ്ടസ്തഥാ ചക്രേ കൃഷ്ണായാഭിചരൻ വ്രതീ തദോഗ്നിരുത്ഥിത കുണ്ടൻമൂർത്തിമാനതിഭീഷണ തപ്തതാമ്രശിഖാശ്മശ്വരങ്കാരോദ്ഗാരിലോചന ദംഷ്ട്രോഗ്രഭൃഗുടീദണ്ഡകഠോരാസ്യ സ്വജിഹ്വയ ആലിഹൻ സൃക്ണി നഗ്നോ വിധുന്നം സ്ത്രീശിഖം ജ്വലൻ പദ്ഭ്യാം താലപ്രമാണാഭ്യങ്കമ്പൈന്യവനീതലം സോഭ്യധാവൽവൃതോ ഭൂതൈർദ്വാരകാം പ്രദഹൻ ദിശാം തമാഭിചാരധനമായ അന്തം ദ്വാരകൗകസ വിലോക്യ തത്ര സുസ്രവ്യവനദാഹേ മൃഗായഥ അക്ഷൈഃ സഭായാം ക്രീഡന്തം ഭഗവന്തം ഭയാതുരാഃ ത്രാഹി ത്രാഹി ത്രിലോകേശ വഹ്നേ പ്രദഹതപുരം ശ്രുത്വാ തജ്ജനവൈക്ലവ്യം ദൃഷ്ട്വാ സ്വാനാം ച സാധ്വസം ശരണ്യസംഭ്രഹസ്യാഹമാഭൈഷ്ടേത്യവിദാസ്മ്യഹം സർവസ്യാന്തർബഹിഃ സാക്ഷീകൃത്യ മാഹേശ്വരീം വിഭുഃ വിജ്ഞായ തദ്വിഘാതാർത്ഥം പാർശ്വസ്ഥം ചക്രമാദിശൽ തൽ സൂര്യകോടിപ്രതിമം സുദർശനം ജാജ്വല്യമാനം പ്രളയാനലപ്രഭം സ്വതേജസാഖം കകുബോധരോദസി ചക്രമുകുന്ദാസ്ത്രമഥാഗ്നിമർദ്ദയൽ കൃത്യാനലപ്രതിഹതശ്രഥാംഗപാണിരസ്ത്രൗജസാസ നൃപ ഭഗ്നമുഖോ നിവൃത്തഃ വാരാണസീം പരിസമേത്യ സുദക്ഷിണം തം സാർത്വിഗ്ജനം സമദഹൽ സ്വകൃതോഭിചാരഃ ചക്രം ച വിഷ്ണോസ്തതിനു പ്രവിഷ്ടം വാരാണസീം സാട്ടസഭാലയാപണ സ ഗോപുരാട്ടാളകോഷ്ഠസങ്കുലാം സ കോശഹസ്ത്യശ്വരഥാന്നശാല ദഗ്ധ്വാ വാരാണസീം സർവാം വിഷ്ണോശ്ചക്രം സുദർശനം ഭൂയ പാർശ്വമുപാതിഷ്ഠൽ കൃഷ്ണസ്യ ആക്ലിഷ്ടകർമ്മണഃ യ ഏതശ്രാവേന്മർത്യ ഉത്തമശ്ലോകവിക്രമം സമാഹിതോ വാ ശൃണുയാൽ സർവപാപൈഃ പ്രമുച്യതേ ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ ഉത്തരാർദ്ധേ ഷഷ്ടിതമോധ്യായഃ. മുഖ്യമന്ത്രി നമ്മുടെ സ്വന്തം ആളാണെങ്കിൽ പിന്നെ ഇപ്പം ഏത് മന്ത്രിയാണ് നമ്മളെ സഹായിക്കാണ്ടിരിക്കുക അല്ലേ? ശരിയല്ലേ? മുഖ്യമന്ത്രി ആവേണ്ട ഒരു പാർട്ടിയിൽ നമുക്ക് ഇൻഫ്ലുവൻസ് ഉണ്ടെങ്കിൽ തന്നെ മതിയില്ലേ ഏത് കാര്യം സാധിക്കാൻ. ഇവിടെ എല്ലാ ലോകപാലകന്മാരും ഇന്ദ്രൻ്റെ കീഴിലാണല്ലോ. തമാശ പറഞ്ഞതല്ല, വലിയ ഉദാഹരണം പറഞ്ഞത്. അത് ദേവേന്ദ്രൻ്റെ കീഴിലാണ്. ദേവേന്ദ്രൻ്റെ പുത്രനാണ് ഇന്ദ്രൻ. അപ്പോൾ ദേവേന്ദ്രൻ്റെ അടുത്ത് നിന്നാൽ ദേവേന്ദ്രൻ്റെ സഹായം കൊണ്ട് മറ്റ് ലോകപാലകന്മാർ സഹായിക്കുമല്ലോ. ആ ലോകപാലകന്മാരുടെ അടുത്ത് പോയി, യമൻ്റെ അടുത്ത് പോയി, എല്ലായിടത്തും പോയി. അവരൊക്കെ അർജുനെ സഹായിക്കാൻ തയ്യാറുമായിരുന്നു. അതാ രസം. പക്ഷെ അവർ പറഞ്ഞു കൈമലത്തി ആ ബ്രാഹ്മണൻ്റെ കുട്ടി വന്നിട്ടില്ലേ അവിടെ? ഇവിടെയല്ലേ സാധാരണ മരിച്ച ജീവന്മാർ വരിക? ഇവിടെയാണ് വരേണ്ടത്. പക്ഷേ ഈ ബ്രാഹ്മണൻ്റെ കുട്ടികൾ മാത്രം ഇവിടെ വന്നിട്ടില്ല അത്രേ. അവസാനം അർജുനൻ എന്ത് ചെയ്യിനി? കുട്ടിയെ കിട്ടിയില്ല. ഇനിയിപ്പോൾ മരിക്കല്ലേ നിവൃത്തിയുള്ളൂ. ആ ബ്രാഹ്മണൻ്റെ അവിടെ ഒന്ന് കുളിച്ച് ഈറനെടുത്തുകൊണ്ട് ആ മുറ്റത്ത് തീക്കുണ്ടുണ്ടാക്കിക്കൊണ്ട് അതിലേക്കൊരു ചാട്ടം ചാടിയതേ അർജുനന് ഓർമ്മയുള്ളൂ. ആരോ ഒന്നൊരു തട്ട്
തെറിച്ചു വീണ് അർജുനൻ ഓർമ്മ നോക്കുമ്പോഴോ, എന്തിനാണ് അർജുന ഈ സാഹസം? കൃഷ്ണനെ സഹായിക്കാൻ വന്നേക്കണത്. കൃഷ്ണനെ പുച്ഛമായി കണക്കാക്കിക്കൊണ്ട് കൃഷ്ണനൊക്കെ എന്ത് കഴിയും, കൃഷ്ണന് കഴിയാത്ത ഞാൻ സാധിപ്പിച്ചു തരാമെന്ന് പറഞ്ഞ് പുറപ്പെട്ട ആ അർജുനനെ ഒന്നും ആയില്ല. അവസാനം രക്ഷിക്കാൻ ഭഗവാൻ വരേണ്ടി വന്നു. നീ എന്തിനാ തീ ചാടി ചാവണേ? ബ്രാഹ്മണൻ്റെ കുട്ടിയെ നീ അന്വേഷിച്ചോ? ഞാൻ അന്വേഷിക്കാത്ത ഇടയില്ല ഭഗവാനെ. ഉള്ളിടത്ത് അന്വേഷിച്ചാലല്ലേ ആളെ കിട്ടുക. കുട്ടി ഇല്ലാത്തയിടത്തല്ലേ നീ അന്വേഷിച്ചത്? ആട്ടെ, തേരിൽ കയറൂ. നീ 10ാമത്തെ കുട്ടിയല്ലേ കൊടുക്കാമെന്ന് പറഞ്ഞത്, നിനക്ക് 10 കുട്ടിയും തരാം എന്ന് പറഞ്ഞ് ആ അർജുനനെ തേരി കയറ്റി ഭഗവാൻ നേരെ വൈകുണ്ഠത്തിലേക്ക് പോയി എന്നാണ്. അവിടെ ചെന്നപ്പോൾ വൈകുണ്ഠമൂർത്തി ആരാ? ഭഗവാൻ തന്നെയല്ലേ വൈകുണ്ഠമൂർത്തിയല്ലേ? ആ ഭഗവാനല്ലേ ഈ കൃഷ്ണൻ. ആ 1000 ഭണങ്ങളുള്ള അനന്തൻ്റെ മെത്തമേൽ ആ യോഗനിദ്രയിൽ പള്ളി കൊള്ളുന്ന വൈകുണ്ഠമൂർത്തി അർജുനനും കൃഷ്ണനും വന്നപ്പോൾ എഴുന്നേറ്റിരുന്നു. ഉടനെ കൃഷ്ണഭഗവാൻ താൻ തന്നെയായ മഹാവിഷ്ണുവിനെ നമസ്കരിച്ചു. ഉടനെ മഹാവിഷ്ണു പറയാം, ആ അർജുനനും കൃഷ്ണനും അല്ലേ, ഓ കുറേ യുദ്ധങ്ങളും ഇതൊക്കെ ഉണ്ടായില്ലോ, അതുകൊണ്ട് എൻ്റെ ദർശനം കൊണ്ട് പരിശുദ്ധിക്ക് വേണ്ടിയിട്ട് നിങ്ങളെ കാണാൻ വേണ്ടി ബ്രാഹ്മണൻ്റെ കുട്ടികളെ ഞാനിവിടെ കൊണ്ടുവന്നതാ, ഇതാ കൊണ്ടുപോയിക്കോളൂ. നരനാരായണന്മാരായിരുന്നു നിങ്ങൾ പൂർവ്വാവതാരത്തിൽ, നിങ്ങളുടെ അവതാര ഉദ്ദേശമൊക്കെ കഴിയാറായി, നിങ്ങൾക്ക് തിരിച്ചു വരാൻ സമയമായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് അനുഗ്രഹിച്ചു. അവിടെ 10 കുട്ടികൾ കളിക്കുന്നു. വൈകുണ്ഠത്തിൽ നിന്ന് 10 കുട്ടികളും തേരിൽ കയറ്റി അർജുനൻ ഭഗവാൻ കൂട്ടിയിട്ട് വന്ന് അർജുനനെ കൊണ്ട്, ഭഗവാൻ എപ്പോഴും തന്നെ ഭക്തൻ്റെ വാക്കിനെ സത്യമാക്കണം, ഭക്തനെ കേമനാക്കണം. ഭഗവാൻ ഇത്തിരി മോശക്കാരനായാലും കുഴപ്പമില്ല, അങ്ങനെയല്ലേ ഭഗവാന്റെ സ്വഭാവം. ഭഗവാനെയാണ് എത്രയോ ചീത്ത വിളിച്ചത് ബ്രാഹ്മണൻ അല്ലേ. ഭഗവാൻ അർജുനോട് അർജുന, നീ 10ാമത്തെ കുട്ടിയല്ലേ കൊടുക്കാമെന്ന് പറഞ്ഞത്, ബ്രാഹ്മണനെ വിളിക്കൂ. 1, 2 10 കുട്ടികളെ എണ്ണി കൊടുത്തു കേട്ടോ. നോക്കൂ, അപ്പോഴാണ് അർജുനന് ഭഗവാന്റെ മാഹാത്മ്യം, ബ്രാഹ്മണന് ഭഗവാന്റെ മാഹാത്മ്യം ഒക്കെ മനസ്സിലായത്. പറയാണ്, നമുക്ക് എന്ത് സാമർഥ്യം, എന്ത് കഴിവുള്ളത് നമ്മുടെ ഉള്ളിൽ ഈ ജീവനില്ലെങ്കിൽ ഉണ്ടോ? യത് കിഞ്ചിൽ പൗരുഷം പുംസാം മേനേ കൃഷ്ണാനുകമ്പിതം. തിരിച്ചറിഞ്ഞു. ആ ബ്രാഹ്മണനും അർജുനനൊക്കെ തിരിച്ചറിവുണ്ടായി, ബോധോദയം ഉണ്ടായി. നമുക്ക് എന്ത് കഴിവും സാമർഥ്യം ഉണ്ടെങ്കിലും അതെല്ലാം നമ്മുടെ ഉള്ളിൽ അന്തര്യാമിയായിരിക്കുന്ന സർവേശ്വരനാകുന്ന ഭഗവാൻ കൃഷ്ണൻ്റെ അനുഗ്രഹമാണ്, കൃപയാണ്. അല്ലാതെ നമ്മളൊക്കെ വെറും പൊള്ളയാണ്, ഒരു സീറോ. മനസ്സിലായോ? സീറോനെ ഹീറോ ആക്കുക ഭഗവാൻ, മനസ്സിലായോ? ഇപ്പം നമ്മളൊക്കെ ഹീറോ ആയിരിക്കും ഓരോ ഫീൽഡിൽ. ആരാ നമ്മളെ ഹീറോ ആക്കിയ ആൾ? ഏറ്റവും വലിയ ഹീറോ ഭഗവാനാണ്. മനസ്സിലായോ? വെൻ നാരായണ വിത്ത് us we are heroes, വെൻ നാരായണ goes we become heroes. വലിയ റീത്ത് കൊണ്ടുവരും അല്ലേ, ആദരാഞ്ജലികൾ അർപ്പിക്കും അല്ലേ. അപ്പം ആരാ നമ്മളിലൂടെ പ്രവർത്തിക്കുന്നത്, നമ്മുടെ കഴിവും ബുദ്ധിയും ശക്തിയൊക്കെ തരണത്? ആ പ്രഭുവാണ്. ഇങ്ങനെ എന്തെല്ലാം അത്ഭുതങ്ങളാണ് ഭഗവാൻ തൻ്റെ ഈ അവതാരത്തിൽ ചെയ്തത്. ഇങ്ങനെ കഥകളിലൂടെ ഓരോരോ സന്ദർഭങ്ങളിലൂടെ തൻ്റെ ഭക്തന്മാരെ ബോധോദയമുണ്ടാക്കുക, ഒരു അഹങ്കാരത്തെ കളയാൻ വേണ്ടി പരിശ്രമിക്കുക. അപ്പോൾ ഇത് അവസാനത്തെ കഥയാണ്, അഹങ്കാരത്തിൻ്റെ കഥയല്ലേ ഇത്. അപ്പോൾ എന്താ സൂചിപ്പിക്കുന്നത്? നമ്മളിലെ ഈ അഹങ്കാരം പോണെങ്കിൽ ഭഗവത് ദർശനം വേണം. വൈകുണ്ഠ ദർശിച്ച ഭഗവത് ദർശനം, ആത്മദർശനത്തിലെ അഹങ്കാരം പൂർണ്ണമായിട്ടും പോവുള്ളൂ. അതാണ്. അതുവരെ ഭക്തൻ്റെ, ഭഗവാന്റെ ദാസൻ, ഭക്തൻ എന്ന ഭാവം വെച്ചുകൊണ്ട് ആ കൈങ്കര്യം ചെയ്തുകൊണ്ടിരുന്നാൽ ആ ഭഗവത് കൃപ കൊണ്ട് നമുക്ക് ആ ഭഗവത് അനുഭൂതി, ആത്മാനുഭവം അത് കിട്ടുമ്പോഴോ അവിടെ ഞാനില്ലാണ്ടാവും, ഞാൻ അപ്പോഴേ പൂർണ്ണമായിട്ട് ഇല്ലാണ്ടാവുള്ളൂ എന്നും സൂചിപ്പിച്ചു. ഇനി ഈ അഹങ്കാരമാണ് മോക്ഷത്തിന് തടസ്സമെന്ന് കാണിക്കാൻ ഈ ഏകാദശ സ്കന്ധം തുടങ്ങുമ്പോൾ ഇതേപോലെ അഹങ്കാരത്തിൻ്റെ കളിയുടെ ഒരു കഥ പറയാം. ഏകാദശ സ്കന്ധത്തിലെ വിഷയം മോക്ഷമാണ്. അവിടെയും യാദവ കുലനാശത്തിൻ്റെ കാരണം പറയാം. ഭഗവാന്റെ ചെറുപ്പക്കാരായ മക്കളുടെ ആ ചോരത്തിളപ്പ് കൊണ്ട് അഹങ്കാരികളായ അവർ ഋഷിമുനികളെ അവഹേളിച്ചു. അതിൻ്റെ ഫലമായിട്ട് അവരുടെ ശാപം കൊണ്ട് ആ വംശം മുടിയാൻ ഇടവന്നു എന്ന് പറയാം. അഹങ്കാരമല്ലേ അതിനും കാരണം? ഋഷീശ്വരന്മാർക്കൊക്കെ മനസ്സിലായി ഭഗവാന്റെ അവതാരം കഴിഞ്ഞ് ഭഗവാൻ നാടകം അഭിനയിക്കണ മാതിരിയാണല്ലോ ഭഗവാൻ ഇപ്പോൾ അഭിനയിക്കുന്നത്. ഇപ്പോൾ നാടകം കഴിഞ്ഞാൽ ഗ്രീൻ റൂമിൽ പോയി വേഷം അഴിച്ചു വയ്ക്കില്ലേ, ഇതുമാതിരി കൃഷ്ണവേഷം ഭഗവാൻ അഴിക്കാൻ സമയമായി. ഭഗവാൻ സ്വധാമത്തിലേക്ക് 7 നിമിഷവും പോകുന്നറിഞ്ഞതോടുകൂടി ദുർവാസസ്, നാരദാദി മഹർഷിമാരൊക്കെ ഭഗവാനെ വന്ന് നമസ്കരിച്ച് അനുഗ്രഹം വാങ്ങി പോവുക. ആ സമയത്ത് ഈ ഭഗവാന്റെ കുട്ടികൾക്ക് എന്ത് തോന്നി? ചെറുപ്പക്കാരായ മക്കൾക്ക് ഇവരുടെ ജ്ഞാനമൊന്ന് അളക്കണം എന്ന്. ഇവർക്ക് എത്ര കൊണ്ടുണ്ട് ജ്ഞാനം എന്നറിയാം, ഒന്ന് അളക്കണം എന്ന്. എന്ത് ചെയ്തു? ജാമ്പവതിയുടെ പുത്രനായ സാമ്പൻ എന്നൊരു ഒരുത്തനുണ്ട്, അവനെ സ്ത്രീ വേഷം കെട്ടിച്ചു. വയറിൽ കുറേ തുണിയൊക്കെ വെച്ച് കെട്ടിരുത്തി ഒരു ഗർഭിണിയുടെ വേഷം കെട്ടിച്ചിട്ട് ഒരു മരത്തിൻ്റെ ചുവട്ടിൽ നിർത്തി.
എന്നിട്ട് ഈ കുട്ടികളൊക്കെ ആ മഹർഷിമാരുടെ അടുത്ത് നിന്നിട്ട് ചോദിച്ചു, നിങ്ങൾ ത്രികാലജ്ഞാനികളല്ലേ, എന്താ വേണ്ടേ? അല്ല, ഞങ്ങളുടെ കൂട്ടത്തിലൊരു സ്ത്രീ ഉണ്ട്, അവൾ ഗർഭിണിയാണ്, അവളെ എന്ത് കുട്ടിയെ പ്രസവിക്കാമെന്നൊന്ന് പറയൂ. അപ്പോൾ ഈ മഹർഷിമാർ ധ്യാനിച്ചു നോക്കി. ഓ, വെറുതെ ആണിനെ പെണ്ണിൻ്റെ വേഷം കെട്ടി നിർത്തിയിട്ട് എന്ത് കുട്ടിയാണ് പ്രസവിക്കാമെന്ന്? പ്രസവിക്കുമോ? എന്താ ഇപ്പോൾ ഇവർക്ക് ഇങ്ങനെ ഞങ്ങളെ കലശൽ കൂട്ടാൻ അവഹേളിക്കാൻ തോന്നിയത്? അപ്പം അതിൻ്റെ അപ്പുറത്തെ കാരണം എന്ന് മനസ്സിലാക്കി. ഇത് ഭഗവാന്റെ സങ്കല്പമാണ്. ഇവരെ കൊണ്ടൊരു ശാപം ഉണ്ടാക്കി ആ ശാപത്തിലൂടെ ഈ വംശം മുഴുവൻ ഇവിടുന്ന് പറഞ്ഞയച്ചിട്ട് തനിക്കും പോകണം എന്നൊരു സങ്കല്പം. എല്ലാത്തിനും ഒരു കാരണം വേണമല്ലോ. ഉടനെ അവർ കോപിച്ചുകൊണ്ട് പറഞ്ഞു, അവൾ ആൺകുട്ടിയല്ല പെൺകുട്ടിയല്ല പ്രസവിക്കുക, മനുഷ്യക്കുട്ടിയല്ല, പിന്നെ ഒരു ഇരുമ്പലക്കിയാണ് പ്രസവിക്കുക, അതുകൊണ്ട് നിങ്ങളുടെ വംശം മുടിഞ്ഞു പോകുമെന്ന് പറഞ്ഞു. മഹർഷിമാർ പോയി. ഇവരാകെ പരിഭ്രാന്തരായിട്ട് ഓടിച്ചെന്ന് ആ സാമ്പൻ്റെ സാരി കഴിച്ചു. അയാൾ തുണിയൊക്കെ എടുത്ത് നോക്കുമ്പോഴോ ഇത്രയുള്ള ഒരു ഇരുമ്പ് കഷ്ണം താഴെ വീണു. ആകപ്പാടെ പരിഭ്രമായി. മഹർഷിമാർ ശപിച്ചാൽ സത്യാവില്ലേ? എന്ത് ചെയ്യും? വേഗം അതുകൊണ്ട് മഹാരാജാവ് ഉഗ്രസേനൻ്റെ അടുത്ത് നിന്നു. ഉഗ്രസേനെ രാജാവാക്കിയതേ കൃഷ്ണൻ. ഉഗ്രസേന ഏത് കാര്യവും ഭഗവാൻ ശ്രീകൃഷ്ണനോട് ആലോചിക്കാതെ തീരുമാനിക്കുകയില്ല. പക്ഷേ ഈ വംശം മുടിയുന്നൊരു ശാപം കിട്ടിയപ്പോഴോ കൃഷ്ണനോട് ആലോചിക്കാനേ തോന്നിയില്ല. അതും ഭഗവത് സങ്കല്പം. ഭഗവാൻ അറിയാത്ത മട്ടിലിങ്ങനെ നടക്കുക. ഉഗ്രസേന എന്ത് പറഞ്ഞു? ഇത്രയുള്ളൊരു കഷ്ണം, ഇരുമ്പ് കഷ്ണമല്ലേ, അതിന് നിങ്ങൾ രാഗി പൊടിച്ച് കടലിലെറിഞ്ഞാൽ മതി പറഞ്ഞു. അങ്ങനെ ഒരു രാഗി പൊടിച്ച് കടലിലെറിഞ്ഞു. ഇത്രയുള്ളൊരു കഷ്ണം വരാകാൻ പറ്റാതെ അത് വിട്ടു. അതിനെ ഒരു മത്സ്യം വിഴുങ്ങി, പിന്നെ അതിനൊരു കരുവാനി കിട്ടി, അതിനൊരു വേടൻ്റെ അമ്പിൻ്റെ തുമ്പത്ത് തയ്യാറാക്കി. അങ്ങനെ എല്ലാം റെഡിയായി. ഈ സമയത്ത് നാരദ മഹർഷിക്ക് മനസ്സിലായി, ഭഗവാൻ ഇനി ഏത് സമയവും ഈ രൂപം മറയ്ക്കൂലോ. കൃഷ്ണദർശനലാരസ, കൃഷ്ണനെ കണ്ടിട്ട് മതി വരാതെ ഭഗവാനെ ദർശിച്ചുകൊണ്ട് ഓരോ കൊട്ടാരത്തിലും വന്ന് നമസ്കരിച്ച് സ്തുതിച്ച് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം വസുദേവരുടെ കൊട്ടാരത്തിൽ വന്നു. അപ്പോൾ വസുദേവർ നാരദ മഹർഷിയെ ആരാധിച്ചിരുത്തിയിട്ട് പറഞ്ഞു, എത്രയോ പ്രാവശ്യം നിങ്ങളൊക്കെ പറഞ്ഞതാണെങ്കിലും ഭഗവാൻ മായ കൊണ്ട് പിന്നെയും മറന്നു പോവുക, ഈ ജ്ഞാനം ഉറയ്ക്കണില്ല. അതുകൊണ്ട് മോക്ഷത്തിനുള്ള രഹസ്യം ഭാഗവധർമ്മം ഭഗവാൻ ഭക്തന്മാർക്ക് ഉപദേശിച്ചു കൊടുത്തിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്, അതൊന്ന് പറഞ്ഞു തരും. അപ്പോൾ നാരദൻ പറഞ്ഞു, പണ്ടേ തന്നെ നവയോഗികൾ എന്നുവരായ 9 യോഗീശ്വരന്മാരുണ്ടായിരുന്നു. അവർ പരമഭക്തനും പരമധർമ്മനിഷ്ഠനും ഈശ്വരനിലെല്ലാം സമർപ്പിച്ച് ജീവിതം നയിച്ച സൂര്യവംശത്തിലെ മഹാക്കേമനായ ഒരു ഭക്തനായ രാജാവുണ്ടായിരുന്നു, നിമി ചക്രവർത്തി. ആ നിമി ചക്രവർത്തിയുടെ കൊട്ടാരത്തിൽ വന്നു. നിമി ചക്രവർത്തിക്ക് അവരെ കണ്ട സമയത്ത് തന്നെ ഈശ്വര സാക്ഷാത്കാരം നേടിയ മഹാത്മാക്കളാണെന്ന് മനസ്സിലായി. ഉടനെ അവരെ 9 ആസനത്തിലിരുത്തി അവരെ പാദപൂജയും നമസ്കരിച്ച്, കൃതാർത്ഥനായി ഞാൻ, ധന്യനായി ഞാൻ, ഈ ജീവിതത്തിൽ അല്പമായ മനുഷ്യജന്മത്തിൽ ജീവിതത്തിൽ ഏറ്റവും വലിയ സമ്പത്തും ലാഭം എന്താ അറിയോ? സത്സംഗമാണത്രേ. സത്സംഗ ശൈവധീർണാം. ദരിദ്രന് വലിയൊരു നിധി കിട്ടിയ മാതിരിയാണ് ഈ അജ്ഞാനത്തിലും സംസാരത്തിലും കേട്ട് കഷ്ടപ്പെടുന്ന ഒരു മനുഷ്യന് കുറച്ച് നേരത്തെ സത്സംഗം ഉണ്ടായാൽ, നിങ്ങളെ കാണാനും നിങ്ങളെ ശുശ്രൂഷിക്കാനും എനിക്ക് ഇടവന്നുവല്ലോ, അതുകൊണ്ട് നിങ്ങളെ ഇത് പറഞ്ഞു തരൂ എനിക്ക്. എന്തുകൊണ്ടാണ് മനുഷ്യന് പരമ ശ്രേയസ് ഉണ്ടാവുക, ശാശ്വതമായ സുഖസമാധാനങ്ങൾ ഉണ്ടാവുക? ഭക്തന് ആത്മബോധമുണ്ടാവാൻ, ആത്മജ്ഞാനം ഉണ്ടാവാൻ ഭഗവാൻ ഉപദേശിച്ചതായ ധർമാനുഷ്ഠാനങ്ങളാണ് ഭാഗവധർമ്മം എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്കത് കേൾക്കണമെന്ന് ആഗ്രഹമുണ്ട്, അതിന് അർഹതയുണ്ടോയെന്ന് അറിയില്ല. ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു തരണമേ എന്ന് അന്ന് ആ നവയോഗികളോട് ഈ മഹാരാജാവ് ചോദിച്ചു. അന്നോ ആ നവയോഗികൾ നിമി മഹാരാജാവിന് ഉപദേശിച്ച ഭാഗവധർമ്മം ഞാൻ അങ്ങേക്ക് പറഞ്ഞു തരട്ടെ പറഞ്ഞു. എങ്ങനെയാണ് അതിൻ്റെ പോക്ക്? ഭാഗവധർമ്മം ആദ്യം ഉപദേശിച്ചു. ഭാഗവത്തിലെ മോക്ഷധർമ്മ ഉപദേശത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഭാഗവധർമ്മോപദേശം. നിമി നവയോഗി സംവാദം. പിന്നെയോ ഇതെല്ലാവർക്കും എളുപ്പത്തിൽ പ്രായോഗികമാക്കാൻ പറ്റുന്നതാണ്. മറ്റൊന്ന് അവധൂത യദു സംവാദം, അവധൂത ഗീത എന്ന പേര് ഇതിന്. പിന്നീടോ ഉദ്ധവ ശ്രീകൃഷ്ണ സംവാദം, അതിന് ഉദ്ധവ ഗീത എന്ന പേര്. മനസ്സിലായോ? പിന്നെ വേറെ ഗീതകളുണ്ട്, ഭിക്ഷുഗീതയുണ്ട്, അയിളഗീത, പല അങ്ങനെയുണ്ട്. എന്താണ് ബന്ധനത്തിൻ്റെ കാരണം? എങ്ങനെയാണ് മോക്ഷം സാധ്യമാവുക? അതാണ് അടിസ്ഥാനപരമായി ആദ്യം പറയണത്. ശുഖബ്രഹ്മർഷി പറയാണ്, എന്താണ് മോക്ഷം? മുക്തിർ ഹിത്വ അന്യഥാരൂപം സ്വരൂപേണ വ്യവസ്ഥിതീനം. എന്ത്? നമ്മൾ ഓരോരുത്തരുടെയും വാസ്തവ സ്വരൂപം മറന്നിരിക്കുക. അപ്പം നമ്മൾ വിചാരിക്കുന്നതല്ലേ ഇപ്പം നമ്മുടെ വാസ്തവ സ്വരൂപം?
ഞാൻ ഇന്നയാളുടെ മോനാണ്, ഇന്നയാളുടെ മോളാണ്, ഇന്നയാളുടെ ഭാര്യയാണ്, ഭർത്താവാണ്, ഇത്രയൊക്കെ ഓഫീസിൽ ജോലി ചെയ്ത ആളാണ്, ഇന്നെ ഐഡൻറ്റിറ്റിയൊക്കെ ഉള്ള ആളാണ് എന്ന് അത് കാര്യമല്ലേ വാസ്തവം? അല്ലാത്രേ. അത് എൻ്റെ വാസ്തവ സ്വരൂപം മറന്നിട്ട് അന്യഥ നമ്മെ തെറ്റിദ്ധരിച്ചിരിക്കുന്ന രൂപത്രേ. അതുകൊണ്ട് അന്യഥാരൂപം ഹിത്വ, നമ്മെ തെറ്റായി ധരിച്ച തെറ്റിദ്ധാരണകളെ ഉപേക്ഷിച്ച് സ്വരൂപേണ വ്യവസ്ഥി, നമ്മുടെ യഥാർത്ഥ സ്വരൂപത്തെ അറിഞ്ഞ് അതിൽ ഉറയ്ക്കലാണ്, അതിലുള്ള നിഷ്ഠയാണ് മുക്തി. അഥവാ സ്വരൂപനിഷ്ഠയാണ് മുക്തി. സ്വരൂപനിഷ്ഠ തന്നെ ആത്മനിഷ്ഠ, ബ്രഹ്മനിഷ്ഠ, ജീവൻ മുക്തി എന്നൊക്കെ പറയണത്. അതിനോ നമ്മൾ ഈ ശരീരത്തിൽ നിന്ന് വിലക്ഷണമായ ആത്മസ്വരൂപമാണ് തിരിച്ചറിയണം. പക്ഷേ അധികം ആൾക്കാരും എങ്ങനെയാണ് വിചാരിക്കണത്? ഞാൻ എന്ന് പറഞ്ഞാൽ ഈ ദേഹമാണ്, ഞാൻ ജനിച്ചു, ഞാൻ വയസ്സൻ, ഞാൻ രോഗി, ഞാൻ അങ്ങനെ, ഞാൻ ഇങ്ങനെ, ഞാൻ ഇനി മരിക്കുമല്ലോ അല്ലേ എന്ന് നമ്മൾ വിചാരിക്കുമ്പോൾ നമ്മൾ കാണുന്നത് ഈ ദേഹമായിട്ടല്ലേ? അല്ലേ? എന്നാൽ ഈ ദേഹം ജഡമല്ലേ? ദേഹത്തിന് സ്വയമായിട്ട് അറിയാനുള്ള സാമർഥ്യമോ കഴിവുണ്ടോ? ഉണ്ടോ? ഈ ദേഹത്തിന് ജഡമായതുകൊണ്ട് സ്വയം അറിയാനോ ഉള്ള ഒന്നിനോട് കഴിവില്ല. പക്ഷേ നമ്മളുണ്ടെന്ന് നമ്മളറിയില്ലേ? അപ്പോൾ നമ്മൾ ജഡമാവാൻ പറ്റുമോ? നമ്മൾ ഈ ദേഹത്തെ അറിയുന്നില്ലേ? ഞാനുണ്ടെന്ന് ഞാൻ അറിയണു, ഈ ദേഹം ഉണ്ടെന്ന് അറിയണു. അങ്ങനെയാണെങ്കിൽ ഞാൻ അറിയുന്ന ദേഹം എന്നിൽ നിന്ന് ഭിന്നമാവണം. അറിയുന്നവൻ അറിയപ്പെടുന്ന വസ്തുവിൽ നിന്ന് വേറെ ആയിരിക്കണം. അതാണ് നിയമം. നോവർ ഇസ് ഡിഫറൻറ്റ് ഫ്രം നോൺ. ദേഹത്തെ അറിയുന്ന ഞാൻ ജഡമാവാനും പറ്റില്ല. ഞാൻ ചൈതന്യസ്വരൂപനാണ്. ഞാനിതിനെ അറിയുന്നതുകൊണ്ട് ആ അറിവാണ് എൻ്റെ സ്വരൂപം. ഇതിനെ ബോധിക്കുന്നതുകൊണ്ട് ബോധം എന്ന് പറയാം. ബോധസ്വരൂപനാണ്, ചൈതന്യസ്വരൂപനാണ്. അതിന് തന്നെ ആത്മാ എന്ന് പറയുന്നു, ആത്മസ്വരൂപനാണ്. പക്ഷേ നമ്മളങ്ങനെ അറിയണില്ല. ചില ആൾക്കാർ ഈ ദേഹോഹം ബുദ്ധിയിൽ ദേഹേ ഞാൻ എന്ന് പറഞ്ഞു കഴിയണു. ചില ആൾക്കാരോ കുറച്ചൊക്കെ പുസ്തകം വായിച്ചോ സത്സംഗത്തിനൊക്കെ പോയിട്ടോ, ഓ ദേഹമല്ല, ദേഹവും അതിലൊരു ആത്മാവുണ്ട്, രണ്ടും കൂടി ചേർന്നതാണ് ഞാൻ അല്ലേ? അപ്പോഴും ഞാൻ ആത്മാവാണെന്നുള്ള ബോധ്യം അയാൾക്കില്ല. വളരെ വളരെ സൂക്ഷ്മമായ ചിന്തയാണിത്. എന്താണ് മുക്തിയുടെ ലക്ഷണം? മുക്തിർ ഹിന്ദിത്വ അന്യഥാരൂപം. ഞാനല്ലാത്തതിനെയൊക്കെ ഞാനാണെന്ന് ധരിച്ചിരുന്നതിനെ, ആ തെറ്റിദ്ധാരണയെ വിട്ടിട്ട് യഥാർത്ഥ ഞാനിനെ അറിഞ്ഞ് അതിലുറക്കലാണ് മുക്തി. സ്വരൂപേണ അവസ്ഥിതി എന്നാണ്. അപ്പോൾ ഇപ്പോൾ നമ്മളെ മനസ്സിലാക്കിക്കുന്നത് തെറ്റായിട്ടാണെന്നല്ലേ വരുന്നത്. അപ്പോൾ നമുക്ക് നമ്മളെ അറിയില്ലേ? യഥാർത്ഥ നമ്മൾ ആരാണ് ഞാൻ ശരിക്കും? ഇതാണ് തത്വവിചാരത്തിൻ്റെ സമ്പ്രദായം. എഴുത്തച്ഛൻ പറയണു, ഇപ്പം ഞാൻ എന്ന് വിചാരിക്കുന്നത് എന്തിനാ? പഞ്ചഭൂതദേഹത്തെ. എന്നുവെച്ചാൽ പഞ്ചഭൂതങ്ങളല്ല ഞാൻ, ഈ ശരീര മനോബുദ്ധ്യാദികളൊന്നുമല്ല ഞാൻ. മനോബുദ്ധ്യഹങ്കാര ചിത്താനിനാഹം നജ ശ്രോത്ര ജിഹ്വേ നജ ഘ്രാണനേത്രേ നജ വ്യോമഭൂമിർന തേജോ ന വായു. പഞ്ചഭൂതങ്ങളല്ല ഞാൻ, അതുകൊണ്ട് പഞ്ചഭൂത ശരീരമല്ല. ജ്ഞാനേന്ദ്രിയങ്ങളല്ല ഞാൻ, കർമ്മേന്ദ്രിയങ്ങളല്ല ഞാൻ, പ്രാണനല്ല ഞാൻ. പിന്നെ ആരാ? ഇതൊന്നും അല്ലെന്ന് അറിയുന്ന അറിവാകുന്നു ഞാൻ. ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം. ഞാൻ ആ ചിൽസ്വരൂപൻ, ബോധസ്വരൂപൻ, ആനന്ദബോധം, അഖണ്ഡ ആനന്ദസ്വരൂപനാകുന്നു ഞാൻ. പക്ഷെ അങ്ങനെയല്ല നമ്മൾ അറിയണേ. ഒരു ശ്ലോകം എഴുത്തച്ഛൻ വളരെ പച്ച മലയാളത്തിൽ ഈ തത്വമസി നമുക്ക് പറഞ്ഞു തന്നിരിക്കുക. നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളും ഈ ബാഹ്യപ്രപഞ്ചവുമായി ബന്ധപ്പെട്ടാലല്ലേ പ്രപഞ്ചാനുഭവമുള്ളൂ. ഉറക്കത്തിൽ പ്രപഞ്ചാനുഭവമില്ലല്ലോ. സ്വപ്നത്തിലുണ്ട്, അത് മനസ്സുണ്ടാക്കണം, വേറെ ഒരു ലോകം, അതിരിക്കട്ടെ. പക്ഷേ ഉണർന്നിരിക്കുന്ന സമയത്ത് ഇന്ദ്രിയ തലത്തിലാണ് പ്രപഞ്ചാനുഭവം ആരംഭിക്കുന്നത് അല്ലേ. ഇവിടെ ദൃഗ്ദൃശ്യ വിവേകം എന്ന ഒരു പദ്ധതിയെ നമുക്ക് പഠിപ്പിച്ചു തരാം. എന്ത്? കാണുന്ന ആൾ കാണപ്പെടുന്ന വസ്തുവിൽ നിന്ന് ഭിന്നം, അറിയുന്ന ആൾ അറിയപ്പെടുന്ന വസ്തുവിൽ നിന്ന് ഭിന്നം. നമ്മളിലെ ആത്യന്തികമായ കാഴ്ചക്കാരൻ, ജ്ഞാതാവ് ആരാണ്? പറയണു, അർക്കാനലാതി വെളിവൊക്കെ ഗ്രഹിക്കുമൊരു കണ്ണ്, കണ്ണിനു കണ്ണു മനമാകുന്ന കണ്ണ്, അതിനു കണ്ണായിരുന്ന പൊരുൾ താൻ എന്ന് ഉറയ്ക്കുമളവ് ആനന്ദമെന്തു ഹരിനാരായണായ നമ. എന്ത്? അർക്കാനലാതി വെളിവ് എന്ന് പറഞ്ഞാലോ, സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും അടങ്ങുന്ന ഈ സൗരയൂഥം മുഴുവനും, ഇവിടെയുള്ള നാനാവിധമായ വസ്തുപ്രപഞ്ചം മുഴുവനും
എങ്ങനെയാണ് നിങ്ങൾക്ക് അറിയാൻ കഴിയണത്? 5 ഇന്ദ്രിയങ്ങളുള്ളതുകൊണ്ടാണ് അല്ലേ? പർക്കാനലാതി വെളിവെന്ന് പറഞ്ഞുകൊണ്ട് ഈ ദൃശ്യപ്രപഞ്ചം മുഴുവനും, ഇതിനെ മുഴുവനും കാണിച്ചു തരുന്നത്, അറിയുന്നത് നിങ്ങളുടെ 5 ഇന്ദ്രിയങ്ങളാണ്. കണ്ണാണ് രൂപത്തെ, കാതാണ് ശബ്ദത്തെ, മൂക്കാണ് ഗന്ധത്തെ, ഇങ്ങനെ. അപ്പോൾ ഈ ഇന്ദ്രിയങ്ങൾ കാഴ്ചക്കാരനും ദ്രഷ്ടാവും ഈ പ്രപഞ്ചം ദൃശ്യമായില്ലേ? പ്രപഞ്ചാനുഭവം ഇന്ദ്രിയ തലത്തിൽ നിന്നല്ലേ ആരംഭിക്കുന്നത്. അർക്കാനലാതി വെളിവൊക്കെ ഈ കാണുന്ന പ്രപഞ്ചം മുഴുവനും ഉണ്ട് എന്ന് നമുക്ക് അനുഭവപ്പെടുന്നത് 5 ഇന്ദ്രിയങ്ങളിലുണ്ട്. ഉദാഹരണം, അന്ധന് രൂപവും നിറങ്ങളുണ്ടോ? ബദിരന് ശബ്ദങ്ങളുണ്ടോ? പനി പിടിച്ച് നാവിന് സ്വാദില്ലാണ്ടായാൽ പിന്നെ എന്ത് കറി ഉണ്ടാക്കി കൊടുത്താലും വല്ല കാര്യമുണ്ടോ? മൂക്കടച്ച് ജലദോഷം വന്ന് മൂക്കടച്ചാൽ വല്ല ഗന്ധം അറിയോ? അതൊക്കെ നമുക്കറിയാലോ. അപ്പോൾ ഒരു ഇന്ദ്രിയം പ്രവർത്തിക്കണില്ലെങ്കിൽ അയാൾക്ക് 4 വിഷയങ്ങളുള്ളൂ ലോകത്തിൽ, അയാളുടെ ലോകത്തിൽ. അപ്പോൾ 5 ഇന്ദ്രിയമുള്ളെങ്കിൽ അയാൾക്ക് ഈ പ്രപഞ്ചാനുഭവം ഉണ്ടാവുമോ? ഇല്ലല്ലോ. അപ്പോൾ ഈ പ്രപഞ്ചാനുഭവത്തെ നമുക്കുണ്ടാക്കി തരണം 5 ഇന്ദ്രിയങ്ങളാണ്. പ്രപഞ്ചം മുഴുവനും എവിടെ ഇരിക്കണമെന്ന് വെച്ചാൽ ഇന്ദ്രിയങ്ങളിൽ ഇരിക്കണം എന്നാണ് പറയാൻ. ശബ്ദാതിരൂപം ഭുവനം സമസ്തം. രമണ മഹർഷി പറഞ്ഞു, ഈ ഭുവനം മുഴുവനും നിങ്ങൾ അപഗ്രഥിച്ച് നോക്കിയാൽ, അനലൈസ് നോക്കിയാൽ, അഴിച്ചു നോക്കിയാൽ എന്താണ്? ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം എന്ന 5 വസ്തുക്കളേ ഉള്ളൂ. ശബ്ദാദിസത്ത ഇന്ദ്രിയങ്ങളിലാണ്. എവിടെയാണ് ഈ ശബ്ദാദി പ്രപഞ്ചം നിലനിൽക്കുന്നത്? അതിനെ അറിയുന്ന ഇന്ദ്രിയങ്ങളിൽ.